യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഓട്ടോയിൽ കയറാൻ പോവുകയാണ്. ഞാൻ വെറുതെ പറ്റിച്ചാണ് ഞാൻ ഓട്ടോയിലൊന്നുമല്ല കയറാൻ പോണത്. ഇവരിവിടെ ഡെക്കറേഷന് വേണ്ടി വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് കയറാനൊന്നും പറ്റില്ല, അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നല്ല രസമായിരുന്നു. അതിൽ എന്തൊരു ഭംഗിയിലായിരുന്നു, എനിക്ക് കയറാനൊക്കെ തോന്നി. അതിൽ ഈ ഒരു സാധനം നമുക്ക് കയറാനൊന്നും പറ്റില്ല. ഈ ഒരു സാധനം നോക്കുന്നത് ഈ ഒരു മാമാണ്. ഈ ഓട്ടോറിക്ഷ എല്ലാം നോക്കുന്നത് ഈ ഒരു മാമാണ്. മാമിൻ്റെ മുടിയെല്ലാം കണ്ടില്ലേ, എന്തൊരു ഭംഗിയാ. അങ്ങനെ ഇതാ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷ മാത്രമല്ല കേട്ടോ, ഇഷ്ടംമാതിരി ഓട്ടോറിക്ഷ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. നോക്കിക്കേ, അതേപോലത്തെ വേറെ ലെവലായ ഓട്ടോറിക്ഷ അതിൻ്റെ സൈഡിൽ കണ്ടില്ലേ, എന്തൊരു ഭംഗിയിൽ അവർ വെച്ചിരിക്കുന്നത്. എനിക്ക് കുറേ ഓടിക്കാനൊക്കെ തോന്നി, പിന്നെ ഓടിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് വിശന്നപ്പോൾ ഞാനൊരു ബോൾ പോലത്തെ സ്വീറ്റ് എന്തോ കണ്ട്, ബോൾ പോലത്തെ എന്തോ ഐറ്റംസ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് കാരണം ഞാൻ എന്ത് ചെയ്തു, ആ ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എങ്ങനെയെന്നൊന്നും അറിയില്ല, ഞാൻ മേടിക്കണത് എന്താണെന്ന് അറിയില്ല. കാരണം അങ്ങനെ എല്ലാ സാധനങ്ങളും ഒഴിക്കും. കണ്ടില്ലേ, ഓരോ കുപ്പിയിൽ ഓരോരോ ഫ്ലേവേഴ്സാണ് അതിലിരിക്കുന്നത്. പിസ്ത, ചോക്ലേറ്റ്, സ്ട്രോബെറി, അങ്ങനത്തെ ഒരുപാട് ഫ്ലേവേഴ്സ് അതിലുണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എനിക്കൊന്ന് ഓർഡർ ചെയ്ത് എനിക്കൊന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് സെറ്റാക്കി തരികയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കാത്ത് നിൽക്കുകയാണ്. ഞാൻ പൈസയും കയ്യിൽ പിടിച്ചിട്ട് അവരിപ്പോഴാണ് തരുന്നു പറഞ്ഞിങ്ങനെ കാത്ത് നിൽക്കുകയാണ്. കണ്ടില്ലേ, അവരെല്ലാം ഒഴിക്കണം, നിങ്ങൾ കണ്ടില്ലേ, ചോക്ലേറ്റ് ഒഴിച്ചു, പിസ്ത ഒഴിച്ചു, കണ്ടില്ലേ എന്തൊരു ഭംഗി അതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിക്കുമ്പോൾ കാണാൻ. പിന്നെ അതാ സ്ട്രോബെറി ഒഴിച്ചു, അവരെല്ലാം ഒഴിക്കുന്നുണ്ട്. ഞാൻ എല്ലാം വേണമെന്ന് പറഞ്ഞു, അത് തന്നെ അവരെല്ലാം ഒഴിച്ചു തന്നു എനിക്ക്. പിന്നെ അവർ നേരെ കയ്യിലോട്ട് തന്നു. പക്ഷേ ഇത് നമ്മൾ കൈ കൊണ്ടെടുത്ത് തിന്നാനൊന്നുമല്ല, അവർ സ്റ്റിക്ക് നമുക്ക് തരുന്നുണ്ടാവും. അത് കാരണം ഞാൻ ആ സ്റ്റിക്ക് കുത്തിയിട്ടാണ് കഴിക്കുക. കൈ വെച്ചിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല, കയ്യിലൊക്കെ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ആവും. അത് കാരണം ഞാൻ എന്ത് ചെയ്തു, ടൂത്ത് പിക്ക് ഒന്ന് കുത്തി കഴിച്ച് നോക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാനത് കുത്തിയിട്ട് നോക്കി അങ്ങോട്ട് കഴിച്ചപ്പോൾ എന്ത് ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു അതിങ്ങനെ കഴിക്കാനായിട്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് ഷോസൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കറങ്ങുന്ന സാധനം നമ്മളെ മാത്രം അത് വീഡിയോ എടുക്കുള്ളൂ. അത് കാരണം ഞാൻ അവിടുന്ന് കുറച്ച് സ്റ്റെപ്പൊക്കെ ഇട്ട് എൻ്റെ ഇഷ്ടമുള്ള പാട്ടൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഞാനിങ്ങനെ കുറേ നേരം കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് കളിച്ചപ്പോൾ ഫിലിപ്പീൻസിൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ പറയണമെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് എങ്ങനെയെന്നും പോലും അറിയില്ല. ഞാൻ കണ്ടിട്ട് വെറുതെ ഇരുന്നാൽ ഉള്ളൂ. അവർ കണ്ടില്ലേ, ഓരോ ഡ്രസ്സ് ഇട്ട് വരുന്നത് കണ്ടില്ലേ, ഗിൽട്ട് അത് ഇതൊക്കെ വെച്ചിട്ടുള്ള ഡ്രസ്സുകൾ അവർ നന്നായി ഇട്ടിട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ സൗദികൾ കുറച്ച് ഡാൻസ് സ്റ്റേജിൽ നിന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു ഫിലിപ്പീൻസിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അടിപൊളിയായിരുന്നു അത് കാണാനായിട്ട്. അല്ലാതെ അവരുടെ സൗണ്ടൊന്നും എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, എല്ലാം എന്തോ പോലൊക്കെ ആയിരുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഞാൻ കുറച്ച് നേരം സൗദീൻ്റെ പരിപാടികളൊക്കെ ഇങ്ങനെ നോക്കി, ഇങ്ങനെ നടന്ന് എവിടേക്കോ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. സൗദീൻ്റെ ഡാൻസ് ചെയ്യണമെങ്കിൽ ഞാൻ കുറേ നേരം സൗദീനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം സൗദി നല്ല രസമുണ്ടായിരുന്നു അതിങ്ങനെ കളിക്കുമ്പോൾ. പിന്നെ ഞാൻ ഗിൽട്ടിൻ്റെ ഡ്രസ്സ് കണ്ടു, എന്തൊരു ഭംഗിയാൻ പറ്റി ഗിൽട്ടിൻ്റെ ഡ്രസ്സ് കാണാനായിട്ട്. ഇത് ഫിലിപ്പീൻസിൻ്റെ ഡ്രസ്സുകളാണ്, എന്ത് ഭംഗിയാണ് കണ്ടില്ല. അവർ ഗിൽറ്റ് വെച്ച് ഡെക്കറേഷൻ ചെയ്തിരിക്കുന്ന അടിപൊളിയായിട്ട് എല്ലാവരുടെയും ഡ്രസ്സ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ വേറെ ലെവലായ വേറെ ഐറ്റംസ് ഡ്രസ്സുകൾ കണ്ടില്ലേ, എന്ത് ഭംഗിയാണ്. നമുക്കിതിങ്ങനെ കാണുമ്പോൾ എന്തൊരു രസം, എനിക്ക് നല്ല ഇഷ്ടമൊക്കെ പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ഒത്തിരി നേരം നോക്കിയിട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. ഗിൽട്ടും കൊണ്ട് അതിൽ നിറച്ചിക്കണം, ഒന്നിലും ഗിൽട്ടില്ലാതെ ഇരിക്കുന്നില്ല. അങ്ങനെ ഞാൻ കുറച്ച് നേരം ആ ഫിലിപ്പീൻസിൻ്റെ ഡ്രസ്സുകളൊക്കെ നോക്കി. ഇതൊക്കെ കണ്ടില്ല, എന്തൊരു രസമോ കാണാനായിട്ട്. അതും നോക്കി. പിന്നെ ഞാനെല്ലാം നോക്കി. പിന്നെ നമ്മൾ സൗദികളിലെ പ്രോഗ്രാം പുറത്ത് ലാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ പുറത്തുനിന്ന് ഓടി വന്നിട്ട് ഇവിടെ വന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. അറബി ഡാൻസുകളായിരുന്നു കുറേ പേര്. പക്ഷെ എനിക്ക് അതിലൊന്നും കയറാൻ പറ്റിയില്ല, കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ സൈഡിൽ നിന്നിട്ടാണ് കളിച്ചത്. അതിൻ്റെ അപ്പുറത്തെ ആൾക്കാരൊക്കെ നല്ല ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ, അതിൻ്റെ ഉൾക്കൊന്നും എനിക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറേ കുട്ടികൾ എന്നെ പോലെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അത് കാരണം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അത് കാരണം ഞാൻ എല്ലാം നല്ല ഭംഗിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.